ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ടേം ആയിരിക്കും ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്നുള്ളത്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എന്നുള്ളത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയാസിൽ വലിയ ഫോളോയിങ്ങും ഇൻഫ്ലുവൻസുമുള്ള ആളുകളുടെ സഹായത്തോടെ നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ മാർക്കറ്റ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നതിനെയാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ഇൻഫ്ലുവൻസർ? അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വലിയ ഫോളോയിങ്സും വ്യൂവേഴ്സിൻ്റെ ഇടയിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളെയാണ് ജനറലി ഇൻഫ്ലുവൻസർമാർ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന സമയത്ത് പല പ്രൊഫൈൽസും വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ അതിൽ ചില പ്രൊഫൈൽസിലൊക്കെ DM for പെയ്ഡ് പ്രൊമോഷൻസ് ആൻഡ് കൊളാബ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? സോ അവരെല്ലാം തന്നെ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അതായത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ അവരുടെ പ്രൊഫൈൽ വഴി നമുക്ക് മാർക്കറ്റ് ചെയ്യാം. സോ അതുകൊണ്ടാണ് അവർ അവരുടെ പ്രൊഫൈലിൽ DM for പെയ്ഡ് പ്രൊമോഷൻസ് ആൻഡ് കൊളാബ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസിനും മറ്റ് കണ്ടന്റ്സിനുമൊക്കെ ഒരുപാട് വ്യൂസും റീച്ചും ഒക്കെ പൊതുവെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിൻ്റെ സോഷ്യൽ മീഡിയാസ് ആൻഡ് ചാനൽസ് വഴി നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ പ്രൊമോഷൻ ചെയ്യുന്നത് നമ്മൾക്കും വളരെ നല്ല രീതിയിലുള്ള ലീഡ്സും റീച്ചും ഒക്കെ കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കും. ഇനി നമ്മൾക്ക് എത്ര ടൈപ്സ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെന്ന് നോക്കാം. അതായത് 4 ടൈപ്സ് ആണ് ഇൻഫ്ലുവൻസേഴ്സ് ഉള്ളത്. അതിനകത്ത് ആദ്യം പറയുന്നത് മെഗാ ഇൻഫ്ലുവൻസേഴ്സ്, പിന്നെ മാക്രോ ഇൻഫ്ലുവൻസേഴ്സ്, പിന്നെ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ്, പിന്നെ നാനോ ഇൻഫ്ലുവൻസേഴ്സ്. അപ്പോൾ 4 ടൈപ്സ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സ് ആണ് നമുക്കുള്ളത്. അതിനകത്ത് മെഗാ എന്ന് പറയുന്നത് ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള, അതായത് സോഷ്യൽ മീഡിയാസിലും ജനങ്ങൾക്കിടയിലും ഒരുപാട് ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മെഗാ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഫിലിം ആർട്ടിസ്റ്റുകൾ, സെലിബ്രിറ്റീസ്, ഇവരൊക്കെ ഈ പറയുന്ന മെഗാ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാറ്റഗറീസിൽ പെടുന്നവയാണ്. അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ അല്ലെങ്കിൽ മറ്റ് ചാനൽസിലൊക്കെ ഏത് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും ഒരു തരത്തിലുള്ള പെയ്ഡ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പെയ്ഡ് പ്രൊമോഷൻസ് ഇല്ലാതെ തന്നെ ഓർഗാനിക് ആയിട്ട് അവർക്ക് കൂടുതൽ റീച്ചും അതേപോലെ തന്നെ വ്യൂസും പെട്ടെന്ന് തന്നെ കിട്ടും. അതായത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അവരുടെ കണ്ടന്റ്സിന് ഒരുപാട് റീച്ചും വ്യൂസും ഒക്കെ കിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? എക്സാമ്പിൾ ഫിലിം ആർട്ടിസ്റ്റുകൾ. സോ അതുകൊണ്ടാണ് അവരെ മെഗാ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്. ഇവർക്ക് പൊതുവെ സോഷ്യൽ മീഡിയാസിലും സമൂഹത്തിനിടയിലും വളരെ നല്ല രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും ഉണ്ടാവുക. മെഗാ ഇൻഫ്ലുവൻസേഴ്സിന് അഡീഷണൽ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഡയറക്ടേഴ്സ്, മ്യൂസിക് ഡയറക്ടേഴ്സ്, പ്ലേ ബാക്ക് സിംഗേഴ്സ്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് അവിടെ ഉണ്ട്. ഇനി മാക്രോ ഓഡിയൻസ് ആണെങ്കിൽ അവർ നിഷേ ഓഡിയൻസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ടാർഗറ്റഡ് ഓഡിയൻസിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യുന്ന രീതി. മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് ഒരു സ്പെസിഫിക് ഇൻട്രസ്റ്റിൽ പാഷനേറ്റ് ആയ ആളുകളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇനി നാനോ ഇൻഫ്ലുവൻസേഴ്സ് ആകട്ടെ, അവരൊരു ചെറിയ ഓഡിയൻസിൽ പക്ഷേ വളരെയധികം എൻഗേജ്ഡ് ആയ ഒരു കമ്മ്യൂണിറ്റിയിലാണ് അവർ ടാർഗറ്റ് ചെയ്തത്, ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടൈപ്സ് ഓഫ് ഏരിയാസും ടൈപ്സ് ഓഫ് ഓഡിയൻസും എല്ലാം ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. സോ ഓരോ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് രീതിക്കും അതിൻ്റെതായ വ്യക്തമായ ഉദ്ദേശമുണ്ട്. പല രീതിയിൽ നമ്മൾക്ക് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കും. അതായത് പ്രൊഡക്റ്റ് റിവ്യൂകൾ, പ്രൊഡക്റ്റ് അൺബോക്സിങ്, സ്പോൺസേഡ് പോസ്റ്റ്, ഗിവ് എവേസ്, സോഷ്യൽ മീഡിയ സ്റ്റോറി പോസ്റ്റ് തുടങ്ങിയവയെല്ലാം ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി വരുന്നവയാണ്. സോ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസറെ കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല, റൈറ്റ് ഇൻഫ്ലുവൻസറെ തന്നെ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഫോളോവേഴ്സ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ്, എൻഗേജ്മെൻറ്റ് റേറ്റ്, ഓഡിയൻസ് റെലവൻസ്, പിന്നെ ബ്രാൻഡിൻ്റെ വാല്യൂ. അതായത് ആ ഒരു പർട്ടിക്കുലർ ഇൻഫ്ലുവൻസർ മുന്നേ ചെയ്തിട്ടുള്ള ബ്രാൻഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളതുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസസോ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴി അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽസ് വഴി മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ടുള്ള ലീഡ്സും റീച്ചും അതേപോലെ തന്നെ ROI, അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾക്ക് എത്രത്തോളം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു അനുമാനത്തിൽ നമുക്ക് എത്തിച്ചേരാനും സാധിക്കത്തുള്ളൂ. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഇന്നത്തെ കാലത്ത് വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരുപാട് കമ്പനീസ് ഇന്ന് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്, മേൽ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം കണക്കിലെടുത്തുകൊണ്ട്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യുന്നത് വഴി ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് വളർത്തിയെടുക്കാനും ആ ഒരു ബ്രാൻഡിൻ്റെ വിശ്വാസം ജനങ്ങൾക്കിടയിൽ ഊട്ടിയുറപ്പിക്കാനും അതേപോലെ തന്നെ കൂടുതൽ റീച്ചും ലീഡ്സും ഒക്കെ നേടിയെടുക്കാനും ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് വഴി നമുക്ക് സാധിക്കുന്നു.